നടൻ ദേവൻ BJP-യിൽ ചേർന്ന വാർത്ത നമ്മളെല്ലാവരും കണ്ടു. ദേവൻ BJP-യുടെ സംസ്ഥാനത്തെ ഉപാധ്യക്ഷനായിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന BJP-യിലേക്ക് വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് കിട്ടാവുന്ന ഒരു പദവിയായിട്ട് അവരുടെ ഉപാധ്യക്ഷ പദവിയുണ്ട്. അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ അവരുടെ ദേശീയ ഉപാധ്യക്ഷനാണ്. അപ്പോൾ ദേവൻ ഇതിന് മുമ്പ് ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നു, കേരള പീപ്പിൾസ് പാർട്ടി എന്ന മറ്റു പേരുള്ള ഒരു പാർട്ടി. ആ പാർട്ടി അദ്ദേഹം രൂപീകരിച്ച പ്രഖ്യാപനം നമുക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. അതിനിടയ്ക്ക് ഒരിക്കൽ BJP-യും നരേന്ദ്രമോദിയെ ഇഷ്ടമാണ്, പക്ഷേ BJP ചേരുന്ന ആലോചിക്കാൻ കഴിയില്ല, BJP-ക്ക് ഹിന്ദുത്വ രാഷ്ട്രീയം ഉണ്ടെന്നൊക്കെയുള്ള അഭിപ്രായം അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു കളയുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം BJP വന്നു. അജിംസ്, ഇപ്പോൾ BJP-യിൽ ഒരാൾ കേരളത്തിൽ വന്നാൽ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട പോസ്റ്റ് കിട്ടും. ഇപ്പോൾ ദേശീയ ഉപാധ്യക്ഷനോ അല്ലെങ്കിൽ സംസ്ഥാന ഉപാധ്യക്ഷനോ ഒക്കെ ആക്കുക എന്നുള്ളതാണ്. സംസ്ഥാനത്തെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്ന് ഉപാധ്യക്ഷനാക്കാമെന്നുള്ള ഒരു സില്ലി തിങ്ങായിട്ടാണ് ഇവരുടെ അമിത്ഷാ കാണുന്നത്. അങ്ങനെയൊന്നുമല്ല. നമ്മളതിനെ അത്ര തമാശയായിട്ടോ സില്ലിയായിട്ടോ കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ദേവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നുള്ള അർത്ഥത്തിൽ മലയാളികൾക്ക് സുപരിചിതനായ ഒരു മുഖമാണ്. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ തിരിച്ചറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാൾ പാർട്ടിയിലേക്ക് വരുമ്പോൾ ഉപാധ്യക്ഷനാക്കുക പറഞ്ഞാൽ പാർട്ടിയുടെ തന്ത്രം തന്നെയാണ്, നല്ല തന്ത്രമാണ്. പിന്നെ മറ്റൊന്ന്, അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ തൃശ്ശൂർ എത്രമാത്രം BJP-ക്ക് പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കറിയാം. മറ്റൊന്ന്, അദ്ദേഹം രാമു കരിയാട്ടിൻ്റെ മരുമകനാണ്. മരുമകൻ എന്ന് വെച്ചാൽ പെങ്ങളുടെ മകനാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ മകളെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് രീതിയിൽ മരുമകനാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊമിനൻറ്റ് പേഴ്സണാലിറ്റിയാണ്. മറ്റൊന്ന്, ഇനി ഇലക്ഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ, ജനങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഡിബേറ്റബിളാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ സിനിമാക്കാർ, സാഹിത്യകാരന്മാരൊക്കെ ഇലക്ഷൻ മത്സരിച്ച ജയിച്ച ചരിത്രമില്ല. ഞാൻ കനപ്പെട്ട ഒരാൾ വന്നു എന്നുള്ള ഫീൽ ജനത്തിനുണ്ടെന്നാണ് അജിംസ് വിചാരിക്കുന്നത്. അത് ഞാൻ പറയാം. അത് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സമുദായം, നമ്മൾ അതിനൊന്നും ചെറുതായി കണ്ടുകൂടാ. ദേവൻ്റെ സമുദായം എന്നാണ് ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഇപ്പോൾ രാമു കരിയാട്ടൻ്റെ മരുമകൻ, അദ്ദേഹത്തിൻ്റെ അത് ഏത് സമുദായമാണ്, ഇതൊക്കെ BJP സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇലക്ഷനിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുന്നത് അതില്ല. പക്ഷേ ഒരാൾ BJP-യിലേക്ക് ഈ ഘട്ടത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അവരതിനെ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊന്ന്, ഇദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇദ്ദേഹം ഒരു KSUക്കാരനായിരുന്നു. അതായത് VM സുധീരൻ KSU പ്രസിഡൻ്റായിരിക്കെ VM സുധീരൻ്റെ നല്ല അടുപ്പമുള്ള KSUക്കാരനായിരുന്നു. പിന്നെ അദ്ദേഹം രാഷ്ട്രീയം തിരഞ്ഞെടുത്തില്ല, പകരം ജോലി ചെയ്യാൻ പോയി. 23-ാമത്തെ വയസ്സിൽ അദ്ദേഹം ആദ്യത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ വെള്ളം എന്ന സിനിമ ഹരിഹരൻ എം ടി തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമ എടുത്തു. പക്ഷേ ആ സിനിമ ബിഗ് ബജറ്റായിരുന്നു. അതുകൊണ്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങി പടം പൊളിഞ്ഞു പോയി. അങ്ങനെ സിനിമ പിടിച്ച് പൊളിഞ്ഞതുകൊണ്ട് പിന്നെ സിനിമയിൽ അഭിനയിക്കാറാണ് അദ്ദേഹം ചെയ്തത്. ആ കടം വീട്ടാനും എല്ലാം വേണ്ടി അങ്ങനെ വില്ലൻ റോള് ചെയ്തു. തെലുങ്കിലും തമിഴിലൊക്കെ ഒരുപാട് വില്ലൻ വേഷങ്ങൾ. മലയാളത്തിൽ അദ്ദേഹത്തിന് അത്ര നല്ല വേഷങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും തമിഴിലും തെലുങ്കിലും നല്ല രജനീകാന്തിനും ഒരുപാട് നല്ല നടന്മാർക്കെതിരെ വില്ലൻ റോൾ ചെയ്ത് അദ്ദേഹം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സുരേഷ് ഗോപിയുടെ ഒരു പ്രശ്നം പറയൂലേ, അദ്ദേഹം 2003-ലോ 2004-ലോ നടന്നത് കേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിച്ചു. ആദ്യം കേരള പീപ്പിൾസ് പാർട്ടി, പിന്നെ നവകേരള പീപ്പിൾസ് പാർട്ടി. 2 വർഷം മുമ്പാണ് അല്ലേ? യെസ്. ഈ കേരള പീപ്പിൾസ് പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് അദ്ദേഹം, അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാണ്, ഇദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെ കോൺഗ്രസ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇദ്ദേഹം ഈ സുരേഷ് ഗോപി സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുക. അതായത് സിനിമാറ്റിക് സ്റ്റൈലിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളൊക്കെ ഒരു സിനിമാറ്റിക് രീതിയിലാണ്. ഇങ്ങനെ ഒരു പ്രത്യേക ഭാവഹാവാദികളോടെ നാടകീയമായ ഡയലോഗുകൾ പറയുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് തന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നത് കേരളത്തിൻ്റെ ഒരു തരത്തിലുള്ള റിയാലിറ്റി അറിഞ്ഞുകൊണ്ടല്ല, പൊളിറ്റിക്കൽ റിയാലിറ്റി അറിഞ്ഞല്ല അദ്ദേഹം സംസാരിക്കുന്നത് മനസ്സിലാവും. അത് വളരെ പെട്ടെന്ന് പിന്നെ പോയി. പിന്നെ അദ്ദേഹത്തെ പിന്നെ കാണുന്നത് 2014 ലോക്സഭ തെരഞ്ഞെടുപ്പിൽ അല്ല, ഈ പാർട്ടി രൂപീകരിച്ച ഉടനെ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ മുരളീധരനെതിരെ അദ്ദേഹം മത്സരിച്ചു. വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ AC മൊയ്തീൻ ജയിച്ചു. 980 വോട്ടാണ് അദ്ദേഹത്തിന് അന്ന് കിട്ടിയത്. AC മൊയ്തീൻ്റെ ഒരു അപരൻ ഉണ്ടായിരുന്നു, വേറൊരു മൊയ്തീൻ, അയാളുടെയും പിറകിലാണ് 980 വോട്ട് കിട്ടിയത്. 980 വോട്ട് അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ റിയാലിറ്റി അറിയാവുന്ന ഒരാളല്ല അദ്ദേഹം. പിന്നെ ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വീണ്ടും ഈ പാർട്ടി പൊക്കി പിടിച്ചു വന്നു. അന്നും അങ്ങനെ വലിയ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2021 ആകുമ്പോഴാണ് ഈ പറയുന്ന നവകേരള പീപ്പിൾസ് പാർട്ടി ഉണ്ടാക്കുന്നത്. അത് BJP-യിൽ പോയി ലയിച്ചിരുന്നു. അതിനിടയ്ക്ക് എപ്പോഴും പോയിട്ട് BJP ലയിച്ചു. സുരേന്ദ്രൻ്റെ ജാഥാവിലെത്തുന്ന ദിവസം ഇയാൾ പോയി ലയിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് BJP-ക്ക് പലതരത്തിലുള്ള ഐഡിയ ഉണ്ടാകാം. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ രാജസേനും ഭീമൻ്റെ ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഒരു സിനിമാക്കാരൻ വരികയാണ്, ഇരിക്കട്ടെ എന്ന് കരുതി ആക്കിയതാവാനും വഴിയുണ്ട്. അതിനപ്പുറം ഇപ്പോൾ സുരേഷ് ഗോപിക്ക് സാധിക്കാത്തതായാലും ദേവന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, ഇതിനകത്തെ നിഷാദ്, ഈ സന്തോഷ് പണ്ഡിറ്റിന് ആൾക്കാരില്ലേ അല്ലേ? സന്തോഷ് പണ്ഡിറ്റിന് ഫോളോവേഴ്സ് ഇല്ലേ? അതേമാതിരിയുള്ള ആളുകൾ BJP-യിൽ ചേരാനുള്ളൊരു സാധ്യത അങ്ങനെ ഒരാൾക്ക് ആലോചിക്കാമല്ലോ. ഇപ്പോൾ ഇതിൽ ഒരു പ്രശ്നം വെച്ചാൽ, ഇദ്ദേഹത്തെ BJP സംസ്ഥാന കമ്മിറ്റിയെ ഉപാധ്യക്ഷനാക്കിയെന്ന് നമ്മൾ പറയുന്നത് ശരിയാവില്ല. ഇതൊക്കെ അവിടുന്ന് വരുന്നതാണ്. സുരേന്ദ്രൻ ഇതിങ്ങനെ കണ്ട് മിഴിച്ച് നിൽക്കുക, അല്ലാതെ സുരേന്ദ്രന് വേറെ വഴിയൊന്നുമില്ല. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒറ്റ വരി ഉപാധ്യക്ഷനായ അഭിവാദ്യങ്ങൾ
ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ അബ്ദുള്ളക്കുട്ടി ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ളൊരു പാർട്ടിയെ സംബന്ധിച്ച് നിശ്ചയമായും സംസ്ഥാന ഉപാധ്യക്ഷനാകാനുള്ള യോഗ്യത ദേവനുണ്ട്, അതിലൊരു സംശയമില്ല. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നത് ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് നിലക്കാണ് അതിനെ കാണുന്നത്. ഒന്നെന്താണെന്ന് വെച്ചാൽ നിഷ ശ്രദ്ധിച്ചിരുന്നു കുറച്ച് മുമ്പ് ഒരു പോസ്റ്റർ, ഫ്ലക്സ്, തിരുവനന്തപുരത്തൊക്കെ ഒരു ഫ്ലക്സ്, ഞാൻ ഫേസ്ബുക്കിലാണത് കണ്ടത്. ഈഞ്ചക്കൽ പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായിച്ച കൃഷ്ണകുമാറിൻ്റെ അഭിവാദ്യം. അത് തിരുവനന്തപുരം ഭാഗത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു അത്ര ആ ഫ്ലക്സ്, പിന്നെ നഗരത്തിലടക്കം ഉണ്ടായിരുന്നു അത്ര. കെ കെ ജിക്ക് അഭിവാദ്യങ്ങൾ. അതെ. എന്നിട്ട് ചില ആൾക്കാർ അതിൻ്റെ ചോട ഒരു ചെറിയൊരു ഓവുപാലത്തിൻ്റെ പടം കൂടെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയോ? ഇത് അവിടെ ഈ നാഷണൽ ഹൈവേ ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തോ ഒരു മേൽപ്പാലം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അപ്പോൾ എന്നോടൊരു മുതിർന്ന ജേർണലിസ്റ്റ് പറഞ്ഞത്, അത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യമല്ല, അത് BJPക്കാർ തന്നെയാണ് വെച്ചത്, BJPക്കാർ തന്നെയാണ് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. എന്തിനാ? നിഷാദിനെ അറിയാമായിരുന്നു ഈ കൃഷ്ണകുമാറിനെ കുറിച്ചൊന്നും. കൃഷ്ണകുമാർ നിഷാദിൻ്റെ ഓർമ്മയിലേ ഉണ്ടാവില്ലല്ലോ. ഇത് ആളുകൾ ട്രോളുമില്ലേ, ഭീകരമായിട്ട് ട്രോളും മീമുകൾ ഉണ്ടാക്കും. അപ്പോൾ എന്താണ്, കൃഷ്ണകുമാർ എന്നൊരു പേര് ഫെമിലിയറാക്കുക, അതവിടെ നിർത്തുക, അത് അന്തരീക്ഷത്തിൽ നിന്ന് നിർത്തുക. കുറച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്കൽ പാലത്തിൻ്റെ കാര്യമൊക്കെ ആളുകൾ മറക്കും, ആ പേരവിടെ ഉണ്ടാവും. BJPക്കാർ തന്നെ ചെയ്ത പണിയാണെന്നാണ് ഇവരുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളൊരു ജേർണലിസ്റ്റ് എന്നോട് പറഞ്ഞു. അപ്പോൾ അത് നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് ടു എ പബ്ലിസിറ്റി. അതായിരിക്കാം ഇങ്ങനെ ആളുകൾ ട്രോളും പലതരം ഇപ്പം സുരേന്ദ്രൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ തന്നെ ആളുകൾ വന്ന് എന്തെല്ലാം എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള അതൊരു ടാക്റ്റിക്കായിട്ട് ഒരു സന്തോഷ് പണ്ഡിറ്റ് സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാകാം ഒന്ന്. രണ്ടാമത് ചിലപ്പോൾ സീരിയസ് ആയിരിക്കും കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അമിത്ഷായുടെ ഈ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അമിത്ഷായുടെ വിജയം എന്താണ്? ഈ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് നടത്തുന്നൊരു കക്ഷിയാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം അവരെടുത്ത് നോക്കുക, 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും നിശ്ചയിച്ചത്. ഒന്നാമത് ഉപമുഖ്യമന്ത്രിമാർ ഈ 3 സംസ്ഥാനത്ത് ആവശ്യമില്ല, കാരണം വളരെ കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ട്. സാധാരണ ഉപമുഖ്യമന്ത്രിമാർ വരിക എപ്പോഴാണ്? അലയൻസ് പാർട്ണറെയൊക്കെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇവിടെ അങ്ങനെ അതിനൊരു യാതൊരു ആവശ്യമില്ല. വളരെ കംഫർട്ടബിളായിട്ട് BJPക്ക് ഭരിക്കാവുന്ന ഭൂരിപക്ഷമാണ്. ഇതിന് 3 സംസ്ഥാനത്തും ഉപമുഖ്യമന്ത്രിമാർ. മധ്യപ്രദേശിൽ OBC-കാരൻ യാദവ് മുഖ്യമന്ത്രിയാവുന്നു, ഒരു ബ്രാഹ്മിനും ഒരു SC ഉപമുഖ്യമന്ത്രിയാവുന്നു. ഛത്തീസ്ഗഡ് ഒരു ട്രൈബൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയാവുന്നു, ഒരു ബ്രാഹ്മിനും ഒരു SC ഉപമുഖ്യമന്ത്രിയാവുന്നു. ആ ബ്രാഹ്മിൻ തന്നെ ഒരു മുസ്ലിം വിരുദ്ധ കലാപ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതുണ്ടാക്കുന്ന വേറെ നിലക്കുള്ളൊരു അട്രാക്ഷൻ ഉണ്ട്. രാജസ്ഥാനിലേക്ക് ചെല്ലുക, അവിടെ എന്താണ്, ബ്രാഹ്മിൻ വളരെ പ്രധാനപ്പെട്ട സമുദായമാണ് രാജസ്ഥാനിൽ. ബ്രാഹ്മിൻ മുഖ്യമന്ത്രിയാവുന്നു, ഒരു SC ഉപമുഖ്യമന്ത്രിയാവുന്നു, ഒരു റോയൽ ഫാമിലിയുള്ള ഒരു ലേഡി ഉപമുഖ്യമന്ത്രിയാവുന്നു. ഛത്തീസ്ഗഡിൽ ഇവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്ന എവിടെ അറിയോ? രാജ്ഭവനിലൊന്നുമല്ല, സെക്രട്ടേറിയറ്റിലുമല്ല, അവിടുത്തെ ഒരു സയൻസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ. അതിനൊരു പ്രത്യേകത ഉണ്ട്. നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിയത് ഇതേ ഗ്രൗണ്ടിലാണ്. ഇങ്ങനെ സിംബോളിക്കായുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഈ പറയുന്ന സോഷ്യൽ എൻജിനീയറിംഗ്. ഈ മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും ഈ തീരുമാനം ഉണ്ടല്ലോ, അതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇയാൾ രാഹുൽ ഗാന്ധി കാസ്റ്റ് സെൻസസുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. കാസ്റ്റ് സെൻട്രിക്കായുള്ളൊരു പൊളിറ്റിക്സ് ഉത്തരേന്ത്യയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സാണ്. അതുമായിട്ടാണ് കോൺഗ്രസ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളൊരു, അതിനെ പ്രതിരോധിക്കുക എന്നുള്ള കൂടെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഈ നിലക്ക് ആളുകളെ അവരുടെ ഈ പറഞ്ഞ ജാതീയമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം പരിഗണിച്ച് ഓരോരോ സ്ഥാനങ്ങളിൽ വളരെ പ്രോപ്പറായിട്ട്, എന്താ പറയുക, പ്രസിഷൻ ബോംബിംഗ് എന്നൊക്കെ പറയില്ലേ, അതേമാതിരി പ്രസിഷൻ പ്ലേസ്മെൻറ്റ് കൊടുക്കുക. ഇതാണ് അമിത്ഷാ പൊളിറ്റിക്സിൻ്റെ സ്ട്രാറ്റജിയുടെ കോർ, അതാണ്. പക്ഷെ ആ പറയുന്നൊരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നൊരു സ്റ്റേറ്റ് അല്ല കേരളം. ഇവിടെ ജാതിയൊക്കെ ഉണ്ട്, സംഗതിയൊക്കെ ശരിയാണെങ്കിലും, പക്ഷേ അത് അങ്ങനെ വർക്ക് ചെയ്യുന്നൊരു സ്ഥലമല്ല. പക്ഷെ അവർ ആ ഒരു തിങ്കിങ് ഫ്രെയിമിൽ നിന്ന് കൊണ്ടിട്ട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ ദേവൻ കൊള്ളാം, എന്താണ്, ഹാൻഡ്സം വില്ലൻ, കേരളത്തിലെ ഒരു ഹാൻഡ്സം വില്ലൻ ഇമേജുള്ള കൊള്ളാവുന്ന അത്യാവശ്യം ആളുകൾ അറിയുന്നു, അവനെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു. അബ്ദുള്ളക്കുട്ടി ഒരു അങ്ങനെ പ്ലേസ് ചെയ്യുന്നു. ഹജ്ജിൻ്റെ ചുമതല അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഇവരുടെ കാഴ്ചപ്പാടിൽപ്പെട്ട ചില സംഗതികൾ കൂടെ അവർ ആലോചിക്കുന്നുണ്ടാകാം. അതും ഇതിലൊരു ഘടകമാകുന്നുണ്ടാകും. പക്ഷെ അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞ കേരളത്തിൽ BJPക്ക്
ഇപ്പോൾ മുന്നേറുക എന്ന് പറയും. ഈ ജാതി ഉടായ്പകളുണ്ടെന്ന് അലി അക്ബറിനെ പരീക്ഷിക്കുന്നു, ഭീമൻ രഘുവിനെ പരീക്ഷിക്കുന്നു, രാജസേനനെ പരീക്ഷിക്കുന്നു, എന്തെല്ലാം പരീക്ഷണം നടത്തി. ഇതൊന്നുമല്ല, ഒരു റെസ്പോൺസിബിൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നൊരു ഫീല് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്, മലയാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗൗരവപ്പെട്ടൊരു പ്രമേയം, ഗൗരവപ്പെട്ടൊരു ആശയം, ഒരു വികസന അജണ്ട എന്തെങ്കിലും ഈ സുരേന്ദ്രൻ്റെ വായിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതില്ലാതെ ഈ മാതിരി അഡ്ഹോക്കിസം കൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അഭിപ്രായങ്ങൾ. നമുക്ക് ഇനി നാളെ ഇരിക്കാം. നമസ്കാരം.